സുഹൃത്തുക്കളെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്ന്. നമ്മളെ ഹെഡ് മാസ്റ്റർ ഷോഫിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർലമെൻ്റ് ആയാലും DCC ഓഫീസാണെങ്കിലും ഇന്ദിരാഭവനാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പാണെങ്കിലും KSUവിൻ്റെ വല്ല പരിപാടിയാണെങ്കിലും ഷോഫിക്കയുടെ ചില സ്വഭാവ വൈകൃതങ്ങളെന്ന് ഞാൻ പറയില്ല, സ്വഭാവ ഗുണങ്ങൾ അത് മാറ്റില്ല ഒരു കാലഘട്ടത്തിലും. ഇന്നലെ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച, വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെയുള്ള വലിയ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സിറ്റുവേഷനിലുള്ള ചർച്ച പാർലമെൻറ്റിൽ നടക്കുമ്പം ആ ചർച്ചയിലൊന്നുമല്ല ഷാഫിയുടെ ശ്രദ്ധ. ഷാഫി വേറെ കാര്യത്തിലാണ്. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇടയ്ക്ക് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്യും, കാരണം ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അത് കുളമായിപ്പോയി, ആദ്യം തൊട്ടൊന്നും കൂടിയില്ല. ഓക്കെ, പുറകിലേക്ക് ശ്രദ്ധിക്കണേ, വട്ടത്തിൻ്റെ ഉള്ളിൽ. നോക്കിക്കോ കേട്ടോ, ശരിക്കും നോക്കിക്കോ. ശരിക്കും കണ്ടോളാം, ശരിക്കും സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. നോർത്ത് ഇന്ത്യയിലെ BJPക്കാർ ഇതിട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസുദാനം ചെയ്യാറുണ്ട്, നമ്മളെ സുഹൃത്തുക്കളുടെ കൈകളിൽ ചിലപ്പോൾ ഒന്ന് തറവിടാറുണ്ട്, നമ്മൾ ആലിംഗനം ചെയ്യാറുണ്ട്, ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ ഹഗ് ചെയ്യാറുണ്ട്, ഒക്കെ ഉണ്ട്, ചേർത്ത് പിടിക്കാറുണ്ട്, പുറത്ത് തട്ടാറുണ്ട്, കവിളത്ത് തട്ടാറുണ്ട്, ചിലപ്പോൾ ഉമ്മ കൊടുക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ അസ്വാഭാവികതയുണ്ട് എന്നുള്ളത് അത് കാണുന്നവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാരണം ഒരു നോർമൽ സിറ്റുവേഷനിലല്ല അതുണ്ടാകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചതിന് ശേഷം നിങ്ങളോട് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും കൂടി പറയാം. ഞാനത്ര മാസമായിട്ട് പറയണു ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഷാഫിയുടെ ബ്ലോക്ക് മാറ്റണം. ഷാഫിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാഫിയുടെ കൂടെ വിശ്വസിച്ച് സ്ത്രീകൾക്ക് എവിടെയും പോവാം. ഇപ്പോൾ ഏത് സ്ത്രീകൾക്കും എവിടെയും പോവാം. അതിനിപ്പോൾ ഐശ്വര്യ റായി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു സുരക്ഷിതത്വത്തിൻ്റെ വിഷയമില്ല, ഒന്നുമില്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള വേറെ ഒരു കുഴപ്പങ്ങളും ഷാഫിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഷാഫി അടിയന്തരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഉത്തരേന്ത്യയിലുള്ള ഇവരുടെ സംഘപരിവാർ ഗ്രൂപ്പുകൾ മുഴുവൻ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലും ഇത് തന്നെ. എത്ര പേരെ എനിക്ക് ഇന്ന് രാവിലെ അയച്ചു തന്നറിയാം, എത്ര പേരാണെന്നറിയാം. ഞാൻ അതിപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ, വാട്സപ്പിൽ ലിസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പലരും ഇവർക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, ഒരു നേതാക്കന്മാർ വരെയുണ്ട്. അപ്പം ഷാഫിയെ ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് കൊണ്ടിരുത്തുക, അല്ലെങ്കിൽ കനിമൊഴിയുടെ അടുത്ത് DMK, കാരണം ഇവരൊരു ബ്ലോക്കാണല്ലോ, പ്രതിപക്ഷ ബ്ലോക്കാണ്, അവിടെ കൊണ്ടിരുത്തുക. കേരളത്തിൽ നിന്ന് വനിതകളാരും പോയിട്ടില്ല, അതുകൊണ്ട് അവിടെ ആരെയും കൂടെ കൊണ്ടിരുത്താൻ പറ്റില്ല. രമ്യ ഹരിദാസിൻ്റെ ആയിരുന്നെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ അടുത്ത് ഇരുത്തിയാൽ മതിയായിരുന്നു. ഇതിനകത്തൊരു ട്യൂണിങ്ങിൻ്റെ എല്ലാ ശൈലിയും ഉണ്ട്. ഇത്തരം സ്വഭാവങ്ങളുള്ള ഒരുപാട് പേരെ നമ്മളൊക്കെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ട് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഞാനത് അത്ര മാസങ്ങളായിട്ട് പറയുന്നുണ്ടെന്നുള്ള അറിയോ. ഇങ്ങനെ സൈക്കിൾ എന്താണ് പറയുക, മൂക്കൻ ഷാഫി എന്നുള്ള പേര് മാത്രമേ ആളുകളുടെ ഇടയിൽ ക്ലിക്കായിട്ടുള്ളൂ. ഞാനിത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുകയാണ്, ഞാൻ വെറുതെ വ്യാജ പ്രചരണം നടത്തുകയാണെന്നുള്ളതായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടേ പറഞ്ഞേ, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഷാഫിക്ക് എന്ത് പാർലമെൻറ്റ്, എവിടെ പോയാലും ഷാഫിക്ക് ഇത് തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാഫിയുടെ കൂടെ യാത്ര ചെയ്യുന്ന MPയുടെ കൂടെ സഹായിയായിട്ട് ചെയ്യാൻ പറ്റും. ഷാഫിയുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ ഏജ് ഗ്രൂപ്പ് എടുക്കുക ഒന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം പുള്ളോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം സർക്കാരിൻ്റെ കണക്കിൽപ്പെടുന്ന ലിസ്റ്റാണത്. യാത്ര ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്.
ഷാഫിയുടെ ഇത്തരം പിന്നെ സ്വഭാവ ഗുണങ്ങൾക്ക് വിധേയരാവാത്ത ആളുകളെല്ലാം മൂലയ്ക്കാക്കും. ജയസകലിനെ അതിന് കിട്ടില്ല. ജയസകലിനെ അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കുന്നതിൽ നിന്ന് വെട്ടി. ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ള ലിസ്റ്റാണ്, ഉമ്മൻചാണ്ടി ജയസകലിനാക്കണം എന്ന് പറഞ്ഞതാണ്, അത് വെട്ടി. പക്ഷേ മാങ്കൂട്ടത്തിനെ അതിന് കിട്ടും, മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തി. പാലക്കാട്ടെ ഷാലിബിനെ അതിന് കിട്ടില്ല, അഭിൻ വർക്കി അതിന് കിട്ടില്ല, ബിനു ചുള്ളിലിനെ അതിന് കിട്ടില്ല. അങ്ങനെ ആത്മാഭിമാന ബോധമുള്ള ഒരു പുരുഷനെ അതിന് കിട്ടില്ല എന്നേ. അത്തരം സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ അതിന് കിട്ടുന്നവരെ മാത്രം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അത്തരം താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരെ മാത്രം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം ഒരു സംഘടനയ്ക്കകത്ത് അത് വലിയ സ്വഭാവ ഗുണമാണ്. ഞാൻ സ്വഭാവ വൈകൃതമാണെന്നൊന്നും പറയില്ല, സ്വഭാവ ഗുണമാണ്. പക്ഷേ ആ സ്വഭാവ ഗുണം ഒരു സംഘടനയെ നശിപ്പിക്കുമെന്നുള്ളതിനകത്ത് സംശയമില്ല. മറ്റൊന്ന്, സ്ഥലകാല ബോധമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഓരോരുത്തരുടെ അത്തരം കാര്യങ്ങൾക്കകത്തുള്ള ഓറിയൻറ്റേഷൻ, ആഭിമുഖ്യം, അഭിരുചികൾ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഇതൊരു കുറ്റമാണെന്നുള്ള ഒരു ക്രൈമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഓരോരുത്തരും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും ഓരോ കാര്യങ്ങൾക്കകത്ത്. പക്ഷേ എനിക്ക് എൻ്റേത് പിന്നെ ഓപ്പോസിറ്റിനോടാണ് എനിക്ക് ആഭിമുഖ്യമുള്ളത്. അവർ പക്ഷേ പിന്നെ സ്വന്തം ഇതിൽപ്പെട്ട ആളുകളോട് തന്നെ പിന്നെ എന്താ പറയുക, അത്തരം ആഭിമുഖ്യങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളുടെ നിലപാടുകൾ തെറ്റാണ് എന്ന ഒരഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് എവിടെ വെച്ചാവാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് സാധാരണ ഒരു പിന്നെ കോമൺ സെൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ പിന്നെ പാർലമെൻറ്റ് TV അത് മുഴുവൻ ഒപ്പിയെടുത്തിട്ട് എന്നിട്ട് അത് ദേശീയ മാധ്യമങ്ങളിൽ വരെ നോർത്ത് ഇന്ത്യയിലുള്ള അവിടെ ഇത് മുഴുവൻ പ്രചരിപ്പിക്കുക. അതിന് പുറമെ ഇവരുടെ സംഘപരിവാർ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുക. മലയാളികൾ മുഴുവൻ ആളുകളില്ലേ പാർലമെൻറ്റിൽ സീരിയസ് ചർച്ച നടക്കുമ്പോൾ ചർച്ച ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഇങ്ങനെ പിന്നെ ഒഴിഞ്ഞും തലോടി ഇങ്ങനെ ഇരിക്കുക. പക്ഷേ നാണം കെട്ട ടീം മലയാളിയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ നമുക്ക്? എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല. കാലത്തിന് തെളിയിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്നെ കല്ലെറിഞ്ഞവരൊക്കെ ഇനിയെങ്കിലും ആ എറിഞ്ഞു വിട്ടിട്ടുള്ള കല്ലൊക്കെ പെറുക്കെടുത്ത് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.